എന്നോട് ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്, ഇഷ്ടവിഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ബിരിയാണി എന്ന്. അതിന് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയും. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് അതല്ല. കുറുക്കന്മാരുടെ ഇഷ്ടവിഭവം എന്തായിരിക്കും? ഉത്തരം അത്ര വേഗത്തിൽ പറയാൻ വരട്ടെ. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കുറുക്കന്മാർക്ക് വെട്ടുകത്തി പ്രേമമുള്ളതായി ആർക്കെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ ഇനി കാണുന്ന ദൃശ്യങ്ങൾ ആ പ്രേമത്തെക്കുറിച്ചാണ്. കാണൂ. സി കെ അഭിലാലുണ്ട് തത്സമയം. അഭിലാൽ, ഇതെന്താണ് സംഭവം? പാവത്തിന് മിക്കവാറും ഭാര്യ തേങ്ങ പൊതിക്കാനോ മടൽ വെട്ടാനോ മറ്റോ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആളില്ലാത്ത തക്കം നോക്കി ഒരു വെട്ടുകത്തി എടുത്തേക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണെടുക്കാതെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുന്ന അത്ര മനോഹരമായ കാഴ്ചയാണ് CCTV ദൃശ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. അലക്സ് മാത്യുവിന്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് പുകപ്പുരയുടെ സ്ഥാനം. ഇവിടെ നിലത്ത് വെച്ചിരുന്ന വെട്ടുകത്തിയാണ് കുറുക്കൻ കൊണ്ടുപോയത്. സീരിയൽ നമുക്ക് 2 കുറുക്കന്മാരെ കാണാം. അതിലൊരു കുറുക്കൻ പരിസരം നിരീക്ഷിച്ച ശേഷം വെട്ടുകത്തി കടിച്ചെടുത്തുകൊണ്ട് പോകാൻ 2 ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യത്തെ 2 ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. വായിൽ നിന്നും തെറിച്ചു വീഴുന്ന കത്തിയുടെ ശബ്ദം കേട്ട് ഞെട്ടിയോടുന്ന കുറുക്കൻ പിന്നീട് 3ാമതായി എത്തി ഇതും കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ് സീനിലുള്ളത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം തിങ്കളാഴ്ച പുലർച്ചെ 4:15 കൂടിയാണ് ഈ മോഷണം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച നേരം പുലർന്നതോടുകൂടി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയും ഉച്ചതിരിഞ്ഞ് തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. ആ ദിവസം വൈകുന്നേരം ഒരു കരിക്ക് കുടിക്കണമെന്ന മോഹത്തെ തുടർന്ന് വെട്ടുകത്തി അന്വേഷിച്ചപ്പോഴാണ് അത് വെച്ചിരുന്ന സ്ഥാനത്ത് ഇല്ല എന്ന് ബോധ്യപ്പെട്ടത്. തുടർന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് CCTV ദൃശ്യങ്ങൾ തപ്പിയപ്പോഴാണ് കള്ളനെ കണ്ടുപിടിച്ചത്. കൊണ്ടുപോയ വെട്ടുകത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തു. സാധാരണഗതിയിൽ തെങ്ങിൽ കയറുന്ന തൊഴിലാളികളൊക്കെ തന്നെ അരകിൽ വെട്ടുകത്തി തിരികുന്നതിനായി അതുമായി ഒരു കയർ ബന്ധിക്കാറുണ്ട്. ഈ കയറിൽ കടിച്ചുകൊണ്ടാണ് കള്ളൻ വെട്ടുകത്തിയുമായി പോയത്. ചുരുക്കത്തിൽ ഈ മേഖലയിൽ കുറുനരി ശല്യം എന്ത് തന്നെയായാലും സ്വയരക്ഷയ്ക്കാണോ കൊണ്ടുപോയത്, ഇനി വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇതൊക്കെ ഇവരോട് തന്നെ ചോദിക്കേണ്ടതായി വരും. അഭിലാലിന് നല്ല ദിവസമായിരിക്കട്ടെ. പത്തനംതിട്ട കൊടുമൺ കിഴക്ക് വെളിയത്ത് അലക്സ് മാത്യുവിൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടന്നത് കേട്ടോ. പത്തനംതിട്ടക്കാരനായ ഒരു കുറുനരിയാണ് ഇത് എടുത്തുകൊണ്ട് പോയത് എന്ന് ആലോചിക്കണം, വിദേശിയല്ല.